2 മാസത്തോളം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണം, വലിയ വാശിയേറെ പ്രചരണം, അതിനിടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള വാക്പോരുകളൊക്കെ ആയിട്ട് ഭയങ്കര ആവേശകരമായിരുന്നു ആലപ്പുഴയിലെ ഇത്തവണത്തെ എല്ലാ മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചരണം. ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ആശ്വാസത്തിന്റെ ഒരു ദിവസം കൂടിയാ അല്ലെ? കുറെ ഓട്ടത്തിന് ശേഷം ഒന്ന് ഇന്ന് കൂടെ രാവിലെ കയറി ഈ 8 മണിയാകുമ്പോ ഓപ്പൺ ജീപ്പിൽ കയറി നിന്നാൽ നിൽക്കുന്ന നടുവ് ഓക്കെ ആയിക്കോളെ കാല് കണ്ടില്ല, നീരാ, മൊത്തം നീരായി. ഈ നിപ്പ് രാത്രി 11 മണി വരെ ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പോൾ ഉച്ചയ്ക്ക് ഇച്ചിരി വിശ്രമിക്കാന്ന് വെച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. കാര്യം ടൈമിൽ തുടങ്ങത്തില്ല, ടൈമിൽ തീരത്തില്ല. ആകെ 1 മണിക്കൂർ ഇന്നതൊന്നും ഇല്ല അല്ലെ? ഇന്നൊരു മൊത്തത്തിൽ വീട്ടിൽ വെച്ച് കാരണം രാവിലെ ഉറങ്ങിയോ? ഇന്നാണ് ഇച്ചിരി സത്യം പറഞ്ഞാൽ ഇന്നലെ ഒരു 11:30 കിടന്നു. 11:30 ശേഷം ഒരുപാട് കോള് വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ വിളിക്കാൻ പറ്റില്ല. അവര് കുറച്ച് നേരത്തെ ഉറങ്ങാൻ പറ്റി ഇന്നലെ ദിവസം അല്ലേ? ഇന്നലെ ഒരു 11:30 ഉറങ്ങി. രാവിലെ 5:45 എല്ലാവരും വെച്ച് എഴുന്നേറ്റ് നടക്കാം. എന്നിട്ട് ഇന്ന് ഇച്ചിരി രാവിലെ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ്. അതുകൊണ്ടൊരു ഒരു സത്യം പറഞ്ഞ തലയ്ക്കൊരു ഇച്ചിരി ചെറിയൊരു ഒരു കൂളിംഗ് അനുഭവപ്പെടുന്നുണ്ട്. ഇനിയിപ്പം ഒരു ദിവസമേ ഉള്ളൂ അല്ലെ? ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ നിശ്ചയിച്ച പരിപാടി ചില ക്രമപ്പെടുത്തൽ വരുത്തിയിട്ട് ഇവിടെ കണിച്ചുകുളങ്ങര ഒരു മരണ വീട്ടിൽ കയറിയിട്ട് നേരെ കരുനാഗപ്പള്ളിക്ക് പോവാം. ഇന്നലെ അവിടെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി ഉൾപ്പെടെ, ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ബാലേന്ദ്രൻ ഉൾപ്പെടെ എല്ലാം ഹോസ്പിറ്റലിലാണ്. അപ്പൊ അവരൊക്കെ ഒന്ന് പോയി കാണണം. ഇവിടെ ചേച്ചിയുണ്ട്, ആരിഫിക്കയുടെ വൈഫുണ്ട് നമ്മളോട്. ചേച്ചി, കുറച്ച് ദിവസത്തിന് ശേഷം ഇന്നലെ ഭർത്താവ് നേരത്തെ വീട്ടിൽ കയറിയല്ലേ? അത്ര നേരത്തെ ഒന്നുമല്ല, എന്നാലും എല്ലാ ദിവസവും 1 മണി 2 മണിക്ക് 2 മണിന്ന് മാറിയിട്ട് ഒരു 10:30 ആയപ്പോ എത്തി. ഉറങ്ങണോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നു പിന്നെയും കുറെ കഴിഞ്ഞാണ് ഉറങ്ങിയത്. ഇന്നലെ ഇച്ചിരി ഉറങ്ങി. ഭയങ്കര ഡോക്ടറല്ലേ, ഭയങ്കര ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അല്ലേ? ഈ ഓപ്പൺ ജീപ്പിൽ ഞങ്ങൾ കുറച്ച് ബൈറ്റ് എടുക്കാൻ കയറിയപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു പോക്ക് ഭയങ്കര പാടാണെന്നുള്ളത്. അത് പുള്ളിയുടെ മൈൻഡ് സെറ്റിന്റെ പ്രത്യേകതയാണ്. ജയിക്കണം, അത് മാത്രമാണ് പുള്ളിയെ ഭരിക്കുന്ന ചിന്ത. അതുകൊണ്ട് ഈ പറയുന്ന വെല്ലുവിളികളെല്ലാം തന്നെ പുള്ളി അതിജീവിച്ചു. ഈ കഠിനമായ ചൂട്, കഠിനമായ വെയിൽ, പിന്നെ രാവിലെ തുടങ്ങിയുള്ള യാത്ര, രാത്രിയിലാണ് റോഡ് ഷോ കഴിയുക, നോമ്പ്, 1 മാസം നോയമ്പായിരുന്നു, വെള്ളം പോലും കുടിക്കാതുള്ള. പിന്നെ ഭക്ഷണമാണെങ്കിൽ ഏതെങ്കിലും പള്ളികൾ ആ സമയത്ത് കിട്ടുന്ന ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ലാതെ വേറെ വലിയ ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ച് അത് പിടിക്കും മനക്കരുത്ത്. എനിക്ക് തോന്നുന്നു LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം 2 മാസം ഉണ്ടായിരുന്നു അല്ലെ? കാരണം നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥി പ്രചരണവും ഭയങ്കരമായിരുന്നു. ദീർഘമായ ഒരു കാലയളവ് കഴിഞ്ഞ് നാളെ ഇലക്ഷനിലോട്ട് പോകും. എന്നാ തോന്നുന്നു? വളരെ കോൺഫിഡന്റ് ആണ്. 100% വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കും. നേരത്തെ ആരിഫിക്ക പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാനും എന്റെ ഭാര്യയും ഒഴിച്ച് ബാക്കി ആരും വിശ്വസിച്ചിട്ടില്ല ഗൗരിയമ്മയെ താൻ പരാജയപ്പെടുത്തുമെന്ന് അല്ലെ? ആ സമയവും ഈ സമയവും ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ എന്താ അവസ്ഥ? ഇപ്പൊ കുറച്ചുകൂടി കോൺഫിഡൻസ്, എക്സ്പീരിയൻസ് അല്ലേ? ഇല്ല, അന്നത്തെ വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊന്നും അല്ല. കാര്യം അന്ന് എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു ഉറപ്പായിട്ടും ജയിക്കും, 5000 വോട്ടിനെങ്കിലും ജയിച്ചിരിക്കും. അപ്പൊ അന്ന് എല്ലാവരും എന്നെ സഹതാപത്തോടു കൂടി നോക്കി. അയ്യോ പാവം, ഭർത്താവിനുള്ള സ്നേഹം കൊണ്ട് ഭ്രാന്തായി പോയെന്നോ അങ്ങനെയൊക്കെ വളരെ സഹതാപത്തോടു കൂടിയാന്ന് നോക്കി. ഇന്ന് വളരെ വ്യത്യസ്തമാണ് സ്ഥിതി. ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാവാണ്. അന്നെന്ന് പറഞ്ഞാൽ ഗൗരിയമ്മ അത്രയും ശക്തിയായ നേതാവാണ്. KC വേണുഗോപാലിനെ പോലെയല്ല, അതിനും മുകളിലാണ് ഗൗരിയമ്മ നിന്നിരുന്നത്. ആരും അറിയുന്നില്ലായിരുന്നു. ഇന്നിപ്പം എല്ലാവരുടെയും പിന്തുണയുണ്ട്, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ പിന്തുണയുണ്ട്, എല്ലാ നാടിന്റെ മൊത്തത്തിലുള്ള സപ്പോർട്ടുണ്ട്. ഇലക്ഷൻ ഓരോ ഘട്ടത്തിൽ, ഓരോ ഇലക്ഷൻ കഴിയുന്തോറും നമ്മുടെ ഒരു എക്സ്പീരിയൻസും അല്ലേ, അതൊരു ഭയങ്കര സ്ട്രാറ്റജിയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിൽ അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യില്ലേ? കുറച്ചുകൂടി എളുപ്പമായി വരുന്നുണ്ടോ ഇലക്ഷൻ? പോകുമ്പോൾ ആളുകളുടെ ഒരു ഒരു മനോഭാവം മുഖത്തോട്ട് നോക്കിയാൽ നമുക്കറിയാം, കള്ളച്ചിരിയാണോ യഥാർത്ഥ ചിരിയാണോ, കാണാൻ കാണിക്കുന്ന ആവേശം വോട്ടിൽ പ്രതിഫലിക്കും. അപ്പോൾ സത്യം പറയാമെങ്കിൽ കഴിഞ്ഞ തവണ ഞാൻ 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ജയിക്കേണ്ടതാണ്. അത്ര ജയിക്കുമെന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ 10400 പോയി. പക്ഷെ ആ 1,14,400 എന്ന് പറയുന്ന അംഗസംഖ്യ, ആ അക്കത്തിന് 1,40,000 വോട്ടിന്റെ വാല്യൂ ഉണ്ട്. അന്ന് ഒറ്റ ആളാണ് വിജയിച്ചത്. ആ വാല്യൂ ഞാൻ പറയുന്നത് അസസ് ചെയ്യുന്നത് വേറെ കൊണ്ടല്ല. എന്റെ ചുറ്റുപാടുമുള്ള കൊല്ലം, എറണാകുളം, കോട്ടയം, മാവേലിക്കര, ഇതിന്റെ ബൗണ്ടറി എല്ലാം 1 lakhന് മേളിലാണ്. അവരുടെ ഇടതുപക്ഷ UDFന്റെ ഭൂരിപക്ഷം എല്ലാം 1 lakhന് മേളിലാണ്. അപ്പൊ ഞാൻ കറക്റ്റാണ്, എന്റെ വാല്യൂ കറക്റ്റാണ്. അന്ന് ഇങ്ങനെ ഒരു അസസ്മെന്റ് ഉണ്ടായിരുന്നു ആരിഫിക്ക്? എല്ലാ പ്രാവശ്യവും ഒരു കണക്ക് പറയും. നമ്മൾ ഇറങ്ങിയ ഉടനെ തന്നെ, ഫീൽഡിൽ ഇറങ്ങിയ ഉടനെ തന്നെ എനിക്ക് മനസ്സിലായി സംഗതി കുറച്ചെന്തോ നെഗറ്റീവ്സ് എനിക്ക് സ്പാർക്ക് ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നെഗറ്റീവ് സ്പാർക്ക് ചെയ്ത്. കാര്യം നെഗറ്റീവ് സ്പാർക്ക് ചെയ്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഒക്കെ ഉണ്ടായത്. അപ്പൊ അതിലൊരു വലിയ പരിധിയിൽ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ആളുകളുടെ ഇടയിലെ മനോഭാവത്തിൽ പിന്നെ ആളെ കാണാൻ കൂടിയെങ്കിലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള ആ പ്രചാരണം നന്നായി ഇഫക്റ്റ് ചെയ്തു. എന്നിട്ടും പക്ഷെ ഒരു ഇത് വെച്ചിട്ട് ഞാനിത് പറഞ്ഞത് കറക്റ്റാണ് എൻ്റെ. അത് ശരിയാണ് കേട്ടോ. ആരിഫിക്ക് കൃത്യം കണക്കുകളുണ്ട്. അത് എല്ലാ പ്രാവശ്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവും. ഓരോ പ്രാവശ്യവും പറയുന്ന കണക്കുകൾ ശരിയാവുന്നുണ്ട്. ചേച്ചി ഇവിടെ സൈഡിൽ നിന്നിട്ട് പറയുന്നു രാഹുൽ ഗാന്ധി ഉണ്ട്. പൊളിറ്റിക്സ് എങ്ങനെ നോക്കുന്ന ആളാ? ഞാൻ അപ്ഡേറ്റഡ് ആണ് എല്ലാം. ഈ സമയം എവിടെ കിട്ടുന്നു? രാഷ്ട്രീയം ഭർത്താവുമായിട്ടുള്ള ഡിസ്കഷൻ? ഇല്ലില്ല, വീട്ടിലെ ഡിസ്കഷനേ ഇല്ല. അങ്ങനെ ഒരു കാര്യമായി സംസാരിക്കാറില്ല. ഞാൻ എല്ലാ പത്രങ്ങളും വായിക്കും, ചാനലുകൾ, ഈ രാഷ്ട്രീയ ഡിസ്കഷൻസ് എല്ലാം വാച്ച് ചെയ്യും. അപ്പം സത്യം പറഞ്ഞാൽ ആലപ്പുഴയിൽ ഇത്തവണ എല്ലാം തലയെടുപ്പുള്ള നേതാക്കന്മാർ എല്ലാ മുന്നണിയിലും മത്സരിക്കുന്നത്. ശരിക്കും ഒരു ഭയങ്കര മത്സരം, എല്ലാ രീതിയിൽ നിന്നും ഒരു മത്സരം വരുന്നത്. എല്ലാ രീതിയിലുള്ള മത്സരമുണ്ട്. എല്ലാവരും ഹൈലി സ്പിരിറ്റഡ് ആണ്. UDF ക്യാമ്പാണെങ്കിലും. നാളെ എപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും വോട്ട് ചെയ്യാൻ പോകുന്നത്? എവിടെയാണ്? എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞു. രാവിലെ 7 മണിക്ക് തന്നെ പോകും. ഞങ്ങൾ ആദ്യം തന്നെ വോട്ട് ചെയ്യും. എനിക്ക് മറ്റു സ്ഥലങ്ങളൊക്കെ പോകണ്ടല്ലേ, അപ്പൊ നേരത്തെ തന്നെ പോയി വോട്ട് ചെയ്തിട്ട് പോകാൻ നോക്കി. മോൾക്ക് രാഷ്ട്രീയം വല്ലതും ഉണ്ടാടാ? ഇല്ല, അങ്ങനെയില്ല. മോളുടെ പേരെന്ന് പറഞ്ഞു? ഞാൻ ഡ്രസ്സാണ്. ഓക്കെ, എന്നാ ചെയ്യുന്നു? ഞാൻ ഹോമിയോപ്പതി ഫൈനൽ ഇയർ ആണ്. അമ്മയുടെ വഴിയിൽ തന്നെയാണ്. ഒരു രാഷ്ട്രീയം ഇല്ല? അച്ഛന് രാഷ്ട്രീയം നോക്കുന്നുണ്ടോ? രാഷ്ട്രീയം വാപ്പിനെ നോക്കേണ്ട കാര്യം വാപ്പി ചെയ്യുന്നുണ്ട്. വാപ്പി ഫുൾ ടൈം ജനങ്ങൾക്ക്. അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാന്ന് എനിക്കറിയാം. അമ്മ മറ്റേ ഒരു നേവി ബാക്ക്ഗ്രൗണ്ടും അതും ആർമി ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വരുന്ന ഒരു സ്ട്രിക്റ്റ് പേഴ്സൺ ആണെന്ന് അറിയാം. അത്തരത്തിൽ രാഷ്ട്രീയം ഒന്നും അമ്മ ചർച്ച ചെയ്യാൻ സമ്മതിക്കില്ല വീട്ടില് വാപ്പിന്? ഇല്ല, വാപ്പി അങ്ങനെ വീട്ടിൽ വന്നിട്ട് രാഷ്ട്രീയം വാപ്പിനെ കിട്ടാറില്ല. വാപ്പി ഇങ്ങനെ വീട്ടിൽ വരുന്ന. നീ കൃത്യമായിട്ട് കണ്ടിട്ട് എത്ര കാലായി? ഒരു ഡേ ഫുള്ള് ബാബിനെ വീട്ടിൽ കണ്ടിട്ട് കുറെ കാലായോ? അയ്യോ, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന പെരുന്നാൾ അന്ന് രാവിലെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ പോയി. പിന്നെ ഞാൻ ഇന്നലെയാണ് റോഡ് ഷോ, ഇന്നലെ ആ കലാശക്കൊട്ടിന് ജീപ്പിൽ നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ കാണും. അമ്മ പിന്നെ രാത്രിയെങ്കിലും കാണുന്നുണ്ടെന്ന് പറയാല്ലേ? എന്തെങ്കിലും മെഡിസിൻ എങ്കിലും ചോദിക്കും. ശരീരം ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മെച്ചപ്പെടുത്താൻ മരുന്ന് കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ചൂട് പ്രതിരോധിക്കാനും അങ്ങനെയൊക്കെയുള്ള എത്ര എന്താണ് പ്രതീക്ഷ? നേരത്തെ പറഞ്ഞ അടിയൊഴുക്കുണ്ടാവുന്നു. എനിക്കൊന്ന് എല്ലാ മുന്നണിയിലും അടിയൊഴുക്കുണ്ടാവും തെരഞ്ഞെടുപ്പാവും. എല്ലാ മുന്നണിയിലും അടിയൊഴുക്കൊക്കെ ഉണ്ടാവും. സാധാരണ ഇലക്ഷൻ ഉണ്ടാകുന്ന പോലെ അടിയൊഴുക്കുണ്ടാവും. നല്ലവണ്ണം കേസ് വീണ പോലെ ചില അടിയൊഴുക്കുകൾക്ക് നല്ല രീതിയിൽ ശ്രമിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് അടിയൊഴുക്കുകളൊക്കെ അതിജീവിച്ച് നല്ല വിജയം ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഭൂരിപക്ഷം ഉയർത്തുന്ന 100% ഉറപ്പ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഭൂരിപക്ഷം ഉണ്ടാവും. 100% ഉറപ്പ്. അപ്പൊ ആശംസകൾ. നാളെയും ഒപ്പം തന്നെ വോട്ടെടുന്ന ദിവസവും വിജയത്തിൻ്റെതാവട്ടെ. എല്ലാവർക്കും, കുടുംബത്തിന് എല്ലാവർക്കും ആശംസകൾ. എന്നാലും ഇലക്ഷൻ കഴിഞ്ഞ് 2 ദിവസം നിന്റെ അച്ഛനെ കൂടെ പിടിച്ചു നിർത്തണം കേട്ടോ. ഞാൻ ഉണ്ടാകത്തില്ല, ഞാൻ തിരിച്ച് കോളേജ് പോയി. എനിക്ക് എക്സാം. വോട്ട് കഴിഞ്ഞിട്ട് അങ്ങ് പോവല്ലേ? അപ്പൊ എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷകൾ എല്ലാം ഫലവത്താവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. ആ ഒരു ആശ്വാസത്തില്ല. കാരണം ഇത്രയും ദിവസത്തെ ഒരു പ്രചരണം കഴിഞ്ഞ് ഒന്നൊന്ന് സമാധാനമായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് ഇന്ന് മറ്റാളുകളെയൊക്കെ കാണാൻ പോവുകയാണ് AM ആരിഫ്. കൊല്ലത്ത് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു, കരുനാഗപ്പള്ളിയിൽ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു, ചേർത്തലയിൽ ഉണ്ടെന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ദിവസം. കുടുംബത്തിനോടൊപ്പം കുറച്ചു നേരം കുറെ ദിവസത്തിന് ശേഷം ചെലവിട്ടു എന്നുള്ള പ്രത്യേകതയും ഇന്നുണ്ട്. അമ്മയും മകളും ഒക്കെ ഒരുമിച്ചാണ്. രാവിലെ ഒരു സന്തോഷകരമായ അന്തരീക്ഷത്തിലാണ് ഇടത് സ്ഥാനാർത്ഥി പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്. തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഉയർത്തും. എത്ര അടിയൊഴുക്കുകൾ ഉണ്ടെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഉയർത്തും എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസം പങ്കുവച്ചാണ് AM ആരിഫ് ഇപ്പോൾ മടങ്ങുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.